ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞ ദോശയും ഉണ്ടാക്കിയാലോ. ഇതിന് രണ്ടിനും ഒരൊറ്റ മാവ് മാത്രം മതി കേട്ടോ. ഒരു മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ മാവ് പൊങ്ങാനായിട്ട് സോഡപ്പൊടിയോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല. വെറും പച്ചരിയും അതുപോലെ തന്നെ ഉഴുന്നും മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ മാവ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ആരും ഇഡ്ഡലി നന്നായില്ല അല്ലെങ്കിൽ ദോശ നന്നായില്ല എന്ന് പറയരുത്. കാരണം ഈ മാവ് വെച്ച് നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ഞാൻ 2.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചരിയോ അല്ലെങ്കിൽ ഇഡ്ഡലി റൈസോ എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 1/2 കപ്പ് സാധാരണ റൈസ്, അതായത് നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് കഴുകി ഒന്ന് നല്ല വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കാനായിട്ട് വെക്കാം. 6 മുതൽ 8 മണിക്കൂർ വരെ നമുക്കിത് കുതിർത്തെടുക്കണം. ഇനി അരി അളന്ന അതേ കപ്പിൽ ഒരു 1/4 കപ്പ് ഉഴുന്നാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/4 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഒന്ന് ചേർത്ത് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിൽ വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കാനായിട്ട് വെക്കാം. ഈ ഉഴുന്ന് കുതിർത്തെടുക്കുന്ന വെള്ളത്തിലാണ് കേട്ടോ നമ്മളിനി അരി അരച്ചെടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ മൊത്തത്തിൽ 2.5 കപ്പ് പച്ചരിയും 1/2 കപ്പ് സാധാരണ അരിയും 1/4 കപ്പ് ഉഴുന്നും 1/4 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇപ്പോൾ മൊത്തത്തിൽ കുതിർത്തെടുക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ 8 മണിക്കൂറായി. നമുക്കിതിൻ്റെ ഉഴുന്നിലെ വെള്ളം ഒന്ന് മാറ്റാം. വെള്ളം മാറ്റിയതിന് ശേഷം നമുക്ക് ഉഴുന്ന് ഒരു മിക്സി ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് ഉഴുന്നിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഉഴുന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ ജാറിലേക്ക് തന്നെ നമുക്ക് അരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അരി ചേർത്ത് നമ്മൾ ഉഴുന്നിൻ്റെ വെള്ളം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അരിയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന ഭാഗത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് നല്ല രീതിക്കൊന്ന് ഒട്ടും തരിയില്ലാതെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉഴുന്നിൻ്റെ ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള അരിയും കൂടി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരിയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന ഭാഗത്തിന് വെള്ളം ചേർത്ത് അതും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇനി അതും കൂടെ അതിലേക്കൊന്ന് ചേർത്ത് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അരിയുടെ മാവും ഉഴുന്നിൻ്റെ മാവും എല്ലാം ഒന്ന് യോജിച്ച് വരുന്നവരെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയം ഉപ്പ് ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു 8 മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. തലേന്ന് രാത്രി അരച്ച് വെച്ചാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഒട്ടും തന്നെ നമുക്ക് സോഡപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് വെച്ചിട്ട് ഇഡ്ഡലിയോ ദോശയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കിട്ടുക. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. നല്ല മൊരിഞ്ഞ ദോശ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി ഒരു ഇഡ്ഡലി ചെമ്പ് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുവരെയും ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇഡ്ഡലി ആയാലും ദോശയായാലും നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഇനി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എന്തായാലും നിങ്ങളുടെ ഇഡ്ഡലിയും ദോശയും എല്ലാം നന്നായിട്ട് വരും. ഇതിന് മുൻപ് ഞാൻ പച്ചമാങ്ങ വെച്ചിട്ടൊരു ചമ്മന്തിപ്പൊടിയുടെയും അതുപോലെ തന്നെ പഴുത്ത മാങ്ങ വെച്ചിട്ടൊരു മാങ്ങാത്തരയുടെയും റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഒരുപാട് പേർ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ എൻ്റെ 2 റെസിപ്പീസാണ് കേട്ടോ അത്. അങ്ങനെ നമ്മുടെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് ചട്നിയുടെയോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെയോ ചമ്മന്തിപ്പൊടിയുടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇതിന് എന്തും സൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിലേക്ക് സാമ്പാറാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സാമ്പാർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. രാവിലെ ആകുമ്പോൾ മൊത്തത്തിൽ തിരക്കുള്ള സമയമാണല്ലോ. അപ്പോൾ ഞാൻ ഇഡ്ഡലിയുടെയും ദോശയുടെയും വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിത് മൊരിയുന്നതിന് മുമ്പ് തന്നെ എടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി കേട്ടോ. ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ മാവ് പൊങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള അടുപ്പോ അല്ലെങ്കിൽ ഓഫ് ചെയ്ത ഓവനിലോ റൈസ് കുക്കറിലൊക്കെ ഒന്ന് ഇറക്കി വെച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ മിക്സി ജാറ് ചൂടായിട്ട് വരികയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മാവ് ചിലപ്പോൾ പൊങ്ങാൻ സാധ്യത കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉഴുന്നിൻ്റെ വെള്ളം ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് മാവ് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എത്താൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. ഇനി ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.